അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിൽ നമുക്ക് അല്ലാഹു നൽകിയ ഏറ്റവും വലിയ അമൂല്യമായ നിധിയാണ് നമ്മുടെ മക്കൾ എന്ന് പറയുന്നത്. അല്ലാഹു തആല ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്ക് തന്നിട്ടുണ്ടെങ്കിലും അതേപോലെ തന്നെ ഏറ്റവും വലിയ ഒരുപാട് അനുഗ്രഹങ്ങളിൽപ്പെട്ട ഒരു അനുഗ്രഹം തന്നെയാണ് നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ. അതുകൊണ്ട് അവരുടെ ഭാവിയെ നമ്മൾ ഭാസുരമാക്കുക എന്നത് നമ്മുടെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യമാണ്. അവരൊരിക്കലും തന്നെ പരാജയപ്പെട്ടു പോകരുത്, അവർ ഉന്നതിയിൽ എത്തിക്കാണണം, അവർ സന്തോഷിക്കണം എന്ന് തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹമുള്ളത്. നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ കുറിച്ച് നമുക്ക് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് 100 നാവാണ്. പല പല കാര്യങ്ങളാണ് നമ്മുടെ മക്കളുടെ അത്ഭുതങ്ങൾ, മക്കളുടെ ഓരോ സന്തോഷങ്ങൾ നമ്മളെല്ലാവരും പറയാറുള്ളത്. അത് തൻ്റെ പ്രിയപ്പെട്ട മകനോടുള്ള, തൻ്റെ പ്രിയപ്പെട്ട മകളോടുള്ള ഏറ്റവും വലിയ സ്നേഹം കൊണ്ടാണ്. ഒരല്പസമയത്തേക്ക് അവരെ എങ്ങാനും നമുക്ക് വേണ്ട രൂപത്തിൽ കാണാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ നമ്മളെല്ലാവരും തന്നെ ഏറ്റവും കൂടുതൽ പ്രയാസപ്പെട്ടു പോകും, നമ്മൾ ഏറ്റവും കൂടുതൽ വേദനിച്ചു പോകും. നമ്മൾ ഏറ്റവും കൂടുതൽ ജീവിക്കുന്നത്, ഇന്ന് നമ്മൾ ജോലി ചെയ്യുന്നത്, രാവിലെ വീട്ടിൽ നിന്ന് എല്ലാ ആളുകളും വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്, ജോലിക്ക് വേണ്ടി ഇറങ്ങുന്നത് എന്തിനെന്ന് ചോദിച്ചാൽ നമ്മളെല്ലാവരും പറയും, ഉസ്താദേ ഞാൻ ജോലിക്ക് പോകുന്നതും അധ്വാനിക്കുന്നതും എൻ്റെ മകന് വേണ്ടിയിട്ടാണ്, എൻ്റെ മകൾക്ക് വേണ്ടിയിട്ടാണ് എന്നാണ്. ഇങ്ങനെയൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചർച്ച നടത്തുന്നുണ്ടെങ്കിലും, നമ്മൾ പറയുന്നുണ്ടെങ്കിലും, നമ്മൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ പുറമെ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അറിയാതെ പോകുന്നുണ്ട്. നമ്മൾ അറിയേണ്ട പ്രധാനപ്പെട്ട വിഷയങ്ങളുണ്ട്. എൻ്റെ പ്രിയമുള്ളവരെ, വരുന്ന ദിവസം നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ അല്ലാഹുവേ നമ്മൾ വാങ്ങിച്ചു കൊടുത്ത യൂണിഫോമും അതേപോലെ തന്നെ ബാഗും കൊടയുമൊക്കെ ആയിട്ട് നമ്മുടെ വീട്ടിൽ നിന്ന് പുതിയ അധ്യയന വർഷത്തിലേക്ക് അവർ കടന്നുകൊണ്ട് പുതിയൊരു അധ്യയനത്തിലേക്ക് അവർ കടന്നു ചെല്ലുകയാണ്. ആ ഒരു കടന്നു ചെല്ലുന്ന വേളയിൽ എൻ്റെ പ്രിയമുള്ളവരെ, നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നവരാകണം, നല്ലവരാകണം. അവർ അല്ലാഹുവിൻ്റെ അനുഗ്രഹത്തിലൂടെ കഴിയണമെന്നാണ് നമ്മളെല്ലാവരും ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നാൽ എൻ്റെ പ്രിയമുള്ളവരെ, നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ നമ്മുടെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി പോകുമ്പോൾ അല്ലാഹുവേ നമ്മൾ പടച്ചുറപ്പേ എപ്പോഴും പറയാറുണ്ട്, ഉസ്താദ് ഞാൻ ജീവിക്കുന്നത്, ഞാൻ അധ്വാനിക്കുന്നത്, എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ പ്രിയപ്പെട്ട പൊന്നുമകൾക്ക് വേണ്ടിയാണ്, മകന് വേണ്ടിയാണെന്ന് നമ്മളെല്ലാവരും പറയുകയാണല്ലോ. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മുടെ പ്രിയപ്പെട്ട പൊന്നുമക്കൾ അതാ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ നമുക്ക് വല്ലാത്ത വേദനയാണല്ലോ. നമുക്ക് പിന്നീട് ഒരു സമാധാനം ലഭിക്കുന്നതാ പടച്ചുറപ്പേ അവർ നമ്മുടെ വീട്ടിനകത്തേക്ക് തന്നെ കയറി വരുമ്പോഴാണ്. എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന, എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട വാപ്പമാരും ഉമ്മമാര് അങ്ങനെ തന്നെയാണല്ലോ. പടച്ചുറപ്പേ അവരൊക്കെ വീട്ടിൽ നിന്ന് തന്റെ പ്രിയപ്പെട്ട മക്കളങ്ങ് സ്കൂളിലേക്കോ മദ്രസയിലേക്കോ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് നമ്മുടെ മനസ്സിനകത്തൊരു വിഷമം നമുക്ക് വിട്ടുമാറണമെങ്കിലോ, എൻ്റെ പ്രിയമുള്ളവരെ, ഉമ്മാന്റെ ഹൃദയത്തിലുള്ള വേദന മാറണമെങ്കിലോ, വാപ്പാന്റെ ഹൃദയത്തിനകത്തുള്ള വേദന മാറണമെങ്കിലോ തന്റെ പ്രിയപ്പെട്ട മക്കള് തന്റെ മുമ്പിലേക്ക് തന്നെ കടന്നു വരണമല്ലോ. അങ്ങനെ ഏത് സമയത്താണ് കടന്നു വരുന്ന അപ്പോഴാണ് വല്ലാത്ത സമാധാനം ലഭിക്കാറുള്ളത്. പടച്ചുറപ്പേ, തന്റെ പ്രിയപ്പെട്ട മക്കൾ എന്നും വരുന്ന സമയത്തിൽ 5 മിനിറ്റ് എങ്ങാനും ഒന്ന് ലേറ്റായി കഴിഞ്ഞാൽ പടച്ചുറപ്പേ നമ്മുടെ ഹൃദയം ഇങ്ങനെ പിടക്കുകയാ. നമ്മുടെ ഹൃദയം അവിടുന്ന് വല്ലാതെ വേദനിച്ചു പോവുകയാണല്ലോ. പടച്ചുറപ്പേ, തന്റെ പൊന്നുമോളെ കാണാനില്ല, തന്റെ പൊന്നുമോളെ കാണാനില്ല, തന്റെ പൊന്നുമോനെ കാണാനില്ല. പടച്ചുറപ്പേ, അവിടുന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഹൃദയം ഇങ്ങനെ വല്ലാതെ വേദനിക്കാറുണ്ടല്ലോ. നമ്മുടെ ഹൃദയം അവിടുന്ന് വല്ലാതെ വിഷമിക്കാറുണ്ടല്ലോ. നമ്മുടെ ഹൃദയം ഏറ്റവും കൂടുതൽ അവിടുന്ന് വേദനിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ അതാണ് പറഞ്ഞത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് സമ്പത്ത് നമുക്ക് നൽകിയിട്ടുണ്ട്, ഒരുപാട് അനുഗ്രഹങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുണ്ടല്ലോ. എന്നാൽ ആ അനുഗ്രഹങ്ങളിലെ ഏറ്റവും വലിയ അനുഗ്രഹമാണ് നമ്മുടെ പ്രിയപ്പെട്ട മക്കളെന്ന് പറയുന്നത്. ആ അനുഗ്രഹത്തെ നമുക്ക് തിരിച്ചറിയണമെങ്കിലോ, എൻ്റെ പ്രിയമുള്ളവരെ, നമ്മുടെ മക്കൾക്കൊരു പനി വന്നാൽ അവരെ കരച്ചിൽ
കരച്ചിൽ നമ്മൾ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകുമല്ലോ എന്തൊരു വേദനയാണ് എൻ്റെ പ്രിയമുള്ളവരെ നമ്മുടെ ഹൃദയത്തിനകത്തുണ്ടാവാറോ. അവർക്കൊരു അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയം വല്ലാതെ വേദനിക്കാറുണ്ടല്ലോ. അവർ വാപ്പച്ചി എന്ന് വിളിച്ചിട്ട് കരയുമ്പോ, ഉമ്മച്ചി എന്ന് വിളിച്ചിട്ട് അവരിങ്ങനെ പൊട്ടിക്കരയുന്ന സമയത്തോ പടച്ചുറപ്പി ആ പൊന്നുമക്കളെക്കാളും ഏറ്റവും കൂടുതൽ വേദനയാകുന്നത് ആർക്കാണെന്നറിയോ? എന്റെ പ്രിയപ്പെട്ട ഉമ്മാക്കാണല്ലോ, എന്റെ പ്രിയപ്പെട്ട പൊന്നു വാപ്പാക്കാണല്ലോ പ്രിയമുള്ളവരെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ വീട്ടിൽ നിന്നും പൊന്നുമക്കൾ ഇങ്ങനെ സ്കൂളുകളിലേക്ക് ഇറങ്ങുമ്പോ, അല്ലാഹുവേ മദ്രസകളിലേക്ക് ഇറങ്ങുമ്പോ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണെന്നറിയോ? അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് പ്രാർത്ഥന നടത്തണല്ലോ. നമുക്കൊഴിവ് സമയത്തൊക്കെ നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ട മക്കൾക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്യണേ. നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥന നടത്തണേ. നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് നല്ലവണ്ണം നമ്മൾ ദുആ ചെയ്യണേ. അങ്ങനെ ദുആ ചെയ്താൽ അപ്പോഴാണ് നമ്മുടെ മക്കൾ നന്മയുള്ളവരായിട്ട് മാറുന്നത്. നമ്മുടെ മക്കൾ നന്നാകണമെങ്കിലോ എൻ്റെ പ്രിയമുള്ളവരെ, ആദ്യം നമ്മൾ പ്രാർത്ഥന നടത്തണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് പ്രവർത്തനം നടത്തണം. എങ്ങനെയാ പ്രവർത്തിക്കേണ്ടത്? ആദ്യം നമ്മുടെ മനസ്സൊന്ന് നമ്മൾ ശാന്തമാക്കുക. അല്ലാഹുവിനെ കുറിച്ചുള്ള ബോധം ആദ്യം രക്ഷിതാക്കളെ മനസ്സിനകത്തേക്ക് കൊണ്ടുവരിക. അങ്ങനെ എങ്ങാനും പടച്ചുറപ്പേ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നന്മകൾ കൊണ്ടുവന്നാൽ നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ അതാണ് കാണുന്നത്. നമ്മുടെ മക്കൾ അതാണല്ലോ കാണുന്നത്. നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ നന്മകൾ കാണുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ വീട്ടിനകത്തുനിന്ന് പുറത്തിറങ്ങുന്ന മക്കളുണ്ടല്ലോ, ആ മക്കളെ നിങ്ങൾ സ്കൂളിലേക്ക് പറഞ്ഞു വിടുമ്പോ, മദ്രസകളിലേക്ക് പറഞ്ഞു വിടുമ്പോ, നിങ്ങളെ നാവിലൂടെ നിങ്ങൾ കൊണ്ടു നടക്കേണ്ട ഒരു ദിക്റുണ്ട് എന്റെ പ്രിയപ്പെട്ട ഉമ്മ. ബിസ്മില്ലാഹി ബിസ്മില്ലാഹി അലൈഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യുൽ അദീം. അല്ലാഹുവേ ബിസ്മി കൊണ്ട് തുടങ്ങി പടച്ചു തമ്പുരാനെ തവക്കലാക്കുന്ന അവിടുത്തെ ദുആയുണ്ടല്ലോ, അവിടുത്തെ ഏറ്റവും വലിയ ദിക്റുണ്ടല്ലോ. ഈ ദിക്ർ നമ്മുടെ ജീവിതത്തിൽ എന്റെ പ്രിയമുള്ളവരെ നമ്മൾ പതിവാക്കേണ്ടതാണ്. ഏത് സമയത്തും നമ്മൾ തുടങ്ങുന്ന സമയത്തോ, നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ നമ്മൾ യാത്രയാക്കുന്ന സമയത്തോ ഈ ദിക്ർ ചൊല്ലിക്കൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഉമ്മ നമ്മുടെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കിക്കോ. നമ്മുടെ മക്കളുടെ കൂടെയുണ്ടല്ലോ, നമ്മുടെ മക്കളുടെ കൂടെയുണ്ടല്ലോ അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകളുണ്ട്. അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകളുണ്ടല്ലോ. പിന്നെയോ അവിടുന്ന് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയുന്ന പരിശുദ്ധമായ വചനം ബിസ്മി കൊണ്ട് ഒരാളെങ്ങാനും എന്തെങ്കിലും തുടങ്ങിക്കഴിഞ്ഞാൽ അതിൽ ബർക്കത്തുണ്ടെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുകയാണല്ലോ. അതിലൊരിക്കലും തന്നെ നഷ്ടം വരില്ല. ആ കാര്യങ്ങളിൽ ഒരിക്കലും തന്നെ നഷ്ടം വരില്ലെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയമുള്ളവരെ അവിടെ നിന്ന് പഠിപ്പിക്കുകയാണല്ലോ. അതുകൊണ്ട് തന്റെ പ്രിയപ്പെട്ട പൊന്നുമക്കളെ തന്റെ വീട്ടിൽ നിന്ന് പറഞ്ഞിടുമ്പോ ഈ ദിക്ർ ചൊല്ലിക്കോ. നീ ഒരിക്കലും തന്നെ പരാജയപ്പെടില്ല. നിന്റെ മക്കൾക്ക് തന്നെ യാതൊരു പ്രശ്നവും സംഭവിക്കുന്നതല്ല. എന്റെ പ്രിയമുള്ളവരെ, അതേപോലെ തന്നെ നിന്റെ വീട്ടിലേക്ക് നിന്റെ മക്കൾ കയറി വന്നാ നിന്റെ നെഞ്ചത്തൊന്ന് കൈവച്ചിട്ടോ, നിന്റെ നെഞ്ചത്തൊന്ന് കൈവച്ചിട്ടോ ആത്മാർത്ഥമായിട്ട് അവിടെ അൽഹംദുലില്ലാ പറഞ്ഞോ, ആത്മാർത്ഥമായിട്ട് അൽഹംദുലില്ലാ പറഞ്ഞോ. കാരണം എന്തെന്നറിയോ? നിന്റെ പൊന്നു മക്കൾക്ക് യാതൊരു പ്രശ്നവുമില്ലാതെ അല്ലാഹ് നിന്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നല്ലോ. യാതൊരു വിഷമവുമില്ലാതെ കേടുപാടുമില്ലാതെ നിന്റെ പൊന്നുമോളെ നിന്റെ പൊന്നുമോൻ അല്ലാഹു തആല നിന്റെ വീട്ടിലേക്ക് തന്നെ എത്തിച്ചു തന്നല്ലോ. അതുകൊണ്ട് അവിടുന്ന് പടച്ചു തമ്പുരാനെ സ്തുതിച്ചോ, ഒരുപാട് അൽഹംദുലില്ലാ പറഞ്ഞോ. അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്നെ കൈവിടുന്നതല്ല. അല്ലാഹു
അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്നെ ഒരിക്കലും തന്നെ കൈവിടുന്നതല്ല. നിന്റെ മക്കളുമായിട്ട് നിനക്ക് വിഷമിക്കേണ്ടി വരില്ല. നിന്റെ മക്കളുമായിട്ട് നിനക്ക് വിഷമിക്കേണ്ടി വരില്ല. നിന്റെ പ്രിയപ്പെട്ട മക്കൾക്ക് ഭക്ഷണം നീ പാകം ചെയ്യുമ്പോ അവിടുന്ന് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞിട്ട് വേണം നിന്റെ മക്കൾക്ക് നീ ഭക്ഷണം കൊടുക്കാൻ. അതേപോലെ തന്നെ പരിശുദ്ധമായ സൂറത്തുണ്ടല്ലോ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ലഇലാഫി ഖുറൈശ് ഇലാഫിഹിം റിഹ്ലതശ് ശിതാഇ വസ്സൈഫ് ഫൽയഅബ്ദൂ റബ്ബ ഹാദൽ ബൈത്ത് അല്ലദീ അത്അമഹും മിൻ ജൂഇൻ വആമനഹും മിൻ ഖൗഫ് എന്ന് തുടങ്ങുന്ന പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തുണ്ടല്ലോ. ഈ സൂറത്ത് തന്റെ പ്രിയപ്പെട്ട മക്കളെ നീ യാത്രയാക്കുന്ന സമയത്ത്, അവർക്ക് ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് നീ ഒന്ന് ചൊല്ലിക്കോ. നിന്റെ മക്കൾ യാതൊരു പ്രശ്നവുമില്ലാതെ ഭക്ഷണം കഴിക്കുമല്ലോ. നമ്മൾ പറയും, ഉസ്താദേ എന്റെ പൊന്നുമോന് ഭക്ഷണം കഴിക്കുന്നില്ല, എന്റെ പൊന്നുമോന് ഭക്ഷണം കഴിക്കുന്നില്ല. എന്തൊക്കെയോ പടച്ചുറപ്പേ ഇന്ന് പ്രിയപ്പെട്ട മക്കള് ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ നമ്മളെല്ലാവരും വടിയെടുക്കാറുണ്ടോ? നമ്മൾ അവിടെ നിന്ന് ഒരുപാട് ശകാരിക്കാറുണ്ടോ? ഈ പുണ്യമായ സൂറത്തിന് അവിടെ നിന്ന് പാരായണം ചെയ്തിട്ടോ നിന്റെ പ്രിയപ്പെട്ട മക്കൾക്ക് നീ ഒന്ന് ഭക്ഷണം കൊടുത്തു നോക്ക്. നിന്റെ പ്രിയപ്പെട്ട മക്കൾക്ക് നീ ഒന്ന് ഭക്ഷണം കൊടുത്തു നോക്ക്. നിന്റെ പ്രിയപ്പെട്ട മക്കളെ എല്ലാ ഭക്ഷണവും ഒരു മടിയും കൂടാതെ കഴിക്കുകയാ. നിന്റെ പ്രിയപ്പെട്ട മക്കള് കഴിക്കുകയാണോ? എന്റെ പ്രിയമുള്ളവരെ, ഒരുപാട് അനുഗ്രഹങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ നമ്മെ പഠിപ്പിച്ചതാ. ഒരുപാട് അനുഗ്രഹങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. അല്ലാഹുവേ, നമ്മുടെ മക്കളെ നമ്മൾ തന്നെ പരാജയപ്പെടുത്തരുത്. നമ്മുടെ പ്രിയപ്പെട്ട മക്കളൊന്ന് കരഞ്ഞെന്ന് വെച്ചിട്ട് ഭക്ഷണം കഴിക്കുന്നില്ല എന്ന് വെച്ചിട്ട് പടച്ചുറപ്പേ നമ്മുടെ മൊബൈൽ ഫോൺ ഓണാക്കി കൊടുക്കുകയാണ്. പടച്ചുറപ്പേ പല ഉമ്മമാര് സിനിമ കാണിച്ചു കൊടുക്കുന്നവരുണ്ട്, കാർട്ടൂൺ കാണിച്ചു കൊടുക്കുന്നവരുണ്ട്, അല്ലാഹുവേ ഫൈറ്റുകൾ കാണിച്ചു കൊടുക്കുന്നവരുണ്ട്. പിന്നീട് ഈ കുട്ടികളുടെ സ്വഭാവം വല്ലാത്ത വികൃതമായി മാറുകയാണല്ലോ. ചെറുപ്പം മുതൽക്ക് കുട്ടികൾക്ക് മൊബൈൽ ഫോൺ ലഭിച്ചു. പടച്ചുറപ്പേ മൊബൈൽ ഫോൺ ലഭിക്കുകയാണല്ലോ. അതിലൂടെ എല്ലാ വേണ്ടാധീനങ്ങളും കണ്ടുകൊണ്ട് അല്ലാഹുവേ മക്കളിങ്ങനെ വളരുമ്പോ അല്ലാഹുവേ നമ്മുടെ മക്കൾ ഒരുപാട് അപകടത്തിലാവുകയാണ്, ഒരുപാട് വിഷമത്തിലാകുകയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നില്ല. ഒരു നേരം നിങ്ങൾ മൊബൈൽ ഫോൺ കൊടുക്കുമ്പോൾ നിങ്ങളുടെ മക്കളുണ്ടല്ലോ, നിങ്ങളുടെ മക്കള് പടച്ചുറപ്പേ കരച്ചിലൊന്ന് നിർത്തിയേക്കാം, പ്രിയമുള്ളവരെ. പിന്നീട് നിങ്ങളുടെ മുമ്പിലേക്ക് അത് 100 വലിയ ഭവിഷ്യത്തായിക്കൊണ്ട് പടച്ചു തമ്പുരാൻ നിങ്ങളുടെ മുമ്പിലേക്ക് കാണിച്ചു തരുമല്ലോ. നമ്മുടെ മക്കൾ വലുതാകും തോറും പിന്നീട് ഒരുമാതിരി സ്വഭാവത്തിലേക്ക് കടന്നു പോവുകയാ. നന്മകൾ നഷ്ടപ്പെട്ട സ്വഭാവത്തിലേക്ക് കടന്നു പോവുകയാണ്. എല്ലാ ഇസ്സത്തും നഷ്ടപ്പെട്ട, പിന്നെ മൊബൈൽ ഫോണില്ലാതെ, സിനിമയില്ലാതെ, തല്ലില്ലാതെ, കാർട്ടൂണില്ലാതെ നമ്മുടെ മക്കൾക്ക് നിൽക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് എന്റെ പ്രിയമുള്ളവരെ നമ്മുടെ മക്കൾ മാറുകയാണല്ലോ. അതാ പറഞ്ഞത് കൊണ്ട് തന്നെ പ്രിയപ്പെട്ട മക്കളൊന്ന് കരഞ്ഞെന്ന് വെച്ചിട്ടോ നമ്മുടെ വീട്ടിനകത്തുള്ള മൊബൈൽ ഫോൺ എടുത്തു കൊടുത്തിട്ടോ ആ മക്കളുടെ ഭാവി നഷ്ടപ്പെടുത്തല്ലേ. നീ ഞങ്ങളെ മക്കളെ നീ സാലിഹ്യങ്ങളിൽ പെടുത്തണേ അല്ലാ, നല്ലവരിൽ പെടുത്തണേ അല്ലാ. പടച്ചുറപ്പേ ഒരിക്കലും നീ ഞങ്ങളുടെ മക്കളെ പരാജയപ്പെടുത്തല്ല അല്ലാ. ഞങ്ങളുടെ മക്കളെ വിഷമിപ്പിക്കല്ല അല്ലാ, അവരെ വേദനിപ്പിക്കല്ലേ തമ്പുരാനെ. എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ മക്കൾ എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്ന സമ്പത്താണ്. ഈ ദുനിയാവിൽ അല്ലാഹു തആല നമുക്ക് തന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ്, സമ്പത്താണ് നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ. അതുകൊണ്ട് ആ അമാനത്തായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏൽപ്പിച്ച ആ പുണ്യ മുതലിനെ നമ്മൾ നല്ലോണം നോക്കണം. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹു തആല നമ്മുടെ മക്കളെ നമുക്ക് തന്ന അമാനത്തായിട്ടാണ്.
എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് തിരിച്ചു കൊടുക്കേണ്ട സാധനമാണ്. ഇങ്ങോട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നപ്പോ നമ്മുടെ പ്രിയപ്പെട്ട മക്കൾക്ക് യാതൊരു പ്രശ്നമല്ല. നല്ല ശുദ്ധമായ ഹൃദയത്തോട് കൂടിയിട്ടാണ് അല്ലാഹു തആല നമുക്ക് തന്നത്. ഇനി നമ്മൾ അങ്ങോട്ട് തിരിച്ചു കൊടുക്കുമ്പോഴും അതേപോലെ ശുദ്ധമായ ഹൃദയത്തോടു കൂടിയായിരിക്കണം. അതിനു വേണ്ടി നമ്മൾ ശ്രമിക്കണം. അതിനുള്ള വഴി നമ്മൾ കണ്ടെത്തി കൊടുക്കണം. അല്ലാഹു ബോധം തരട്ടെ. അല്ലെങ്കിൽ നാളെ നമ്മൾ എത്ര നിസ്കരിച്ചിട്ട് കാര്യമുണ്ടോ, നോമ്പെടുത്തിട്ട് കാര്യമുണ്ടോ? ഇല്ല. നമ്മുടെ പിറകിൽ നിന്ന് നമ്മുടെ മക്കൾ ഒരു പിടുത്തം പിടിക്കാണ്ട് നമ്മുടെ മക്കള് ഒരു പിടുത്തം പിടിക്കും. അവിടെ നിൽക്ക്, ഞാൻ നരകത്തിൽ കിടക്കാനുള്ള കാരണം നീയാ. നീ നിസ്കരിച്ചു, നോമ്പെടുത്ത് എല്ലാം ചെയ്തു, ഞാൻ എല്ലാ തെറ്റും ചെയ്തപ്പോ എന്നോട് വേണ്ടെന്ന് പറഞ്ഞില്ല. നമ്മുടെ മക്കൾ നമ്മോട് പറയുന്ന ആളെ അല്ലാഹു ബോധം തരട്ടെ. അല്ലാഹു തആല നമുക്ക് ബോധം നൽകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്നിട്ടുള്ള നമ്മുടെ അമാനത്തായ നമ്മുടെ മക്കളുണ്ടല്ലോ, നമ്മുടെ ഏറ്റവും വലിയ സമ്പത്തായ നമ്മുടെ മക്കളുണ്ടല്ലോ, ആ മക്കളുടെ സംരക്ഷണം നമ്മൾ ഏറ്റെടുക്കുക എന്നത് നമ്മുടെ ഏറ്റവും വലിയ ബാധ്യതയാണല്ലോ. ആ ബാധ്യതയുടെ കാര്യത്തിൽ നമ്മൾ ഒരിക്കലും തന്നെ പരാജയപ്പെടാൻ പാടില്ല. അല്ലാഹുവേ, നമ്മൾ ഏറ്റവും കൂടുതൽ കൈ വളർന്നോ കാല് വളർന്നോ എന്ന് നോക്കിയിട്ട് നമ്മൾ വളർത്തിയ നമ്മുടെ പ്രിയപ്പെട്ട മക്കളോ, എന്റെ പ്രിയമുള്ളവരെ, നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ നമ്മളെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോ അല്ലാഹുവേ, തായൽ ചെമ്പിന്റെ തറയാ, മുകളിൽ കത്തിജ്വലിക്കുന്ന സൂര്യനാണല്ലോ. പടച്ചറപ്പേ, അന്ന് ഉമ്മയെ തിരിച്ചറിയാത്ത ദിവസമാണ്, അല്ലാഹ് വാപ്പാനെ തിരിച്ചറിയാത്ത ദിവസമാണ്, ഭാര്യയെ തിരിച്ചറിയാത്ത ദിവസമാണ്, ഉറ്റവരെ ഉടയവരെ ഒരാളെയും തന്നെ തിരിച്ചറിയാൻ കഴിയാത്ത ദിവസമാണല്ലോ. എല്ലാവരും സ്വന്തം ശരീരം, സ്വന്തം നഫ്സി എന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് അട്ടഹസിച്ച് ഓടുന്ന സമയമാണല്ലോ. അങ്ങനത്തെ ഏറ്റവും ഭയാനകമായ പടച്ചുറപ്പെ പേടിപ്പെടുത്തുന്ന അല്ലാഹുവിന്റെ മഹ്ശറയുണ്ടല്ലോ. ആ മഹ്ശറയിൽ എൻ്റെ പ്രിയമുള്ളവരെ നമ്മളെ എല്ലാവരും ഒരുമിച്ച് കൂട്ടുമല്ലോ. നമ്മുടെ നന്മകൾ നോക്കും, നമ്മുടെ തിന്മകൾ നോക്കും. അല്ലാഹു തആല എല്ലാം അവിടുന്ന് ഏറ്റവും കൂടുതൽ പരിശോധിക്കുന്ന സമയങ്ങളാണല്ലോ. പടച്ച തമ്പുരാനെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നന്മയും തിന്മയും അവിടുന്ന് പരീക്ഷിക്കുന്ന, അവിടുന്ന് നോക്കുന്ന, പരിശോധിക്കുന്ന പടച്ചറബേ സമയമാണ്, ദിവസമാണ് മഹ്ശറ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, ആ മഹ്ശറയിൽ നമ്മൾ ഒരുമിച്ച് കൂടുമ്പോ ഒരിക്കലും തന്നെ നമ്മൾ പരാജയപ്പെടാൻ പാടില്ലല്ലോ, നമ്മൾ വിഷമം അനുഭവിക്കാൻ പാടില്ലല്ലോ. അതല്ലേ നമ്മുടെ ജീവിതത്തിനകത്ത് വേണ്ടത്. അതിന് നമ്മുടെ മക്കളെ ഇവിടുന്ന് നമ്മൾ സജ്ജീകരിച്ചിട്ടോ എൻ്റെ പ്രിയമുള്ളവരെ നമ്മൾ വളർത്തേണ്ടതുണ്ടല്ലോ. നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ നമ്മൾ എല്ലാവരും നിൽക്കുമ്പോ അവിടെ നമ്മുടെ മക്കളുണ്ട്, നമ്മുടെ കൂടപ്പിറപ്പുകളുണ്ട്, നമ്മുടെ വാപ്പയുണ്ട്, നമ്മുടെ ഉമ്മയുണ്ട്, എല്ലാവരും ഉണ്ട്. അതാ നമ്മൾ ഒരുപാട് ദുനിയാവുന്ന് നമസ്കരിച്ചവരാണ്, ഒരുപാട് നോമ്പെടുത്തവരാ, ഒരുപാട് സകാത്ത് കൊടുത്തു, എല്ലാ നന്മകളും നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മൾ ചെയ്തിട്ടുണ്ടോ. പക്ഷേ നമ്മൾ ഉണ്ടാക്കിയെടുത്ത്, നമ്മളെ വളർത്തിയെടുത്ത് നമ്മുടെ മക്കളുണ്ടല്ലോ, നമ്മൾ സ്നേഹം കൊടുത്ത് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തിട്ട് ഏറ്റവും കൂടുതൽ അടുപ്പത്തോടെ വളർത്തിയ നമ്മുടെ മക്കളുണ്ടല്ലോ. പടച്ചറബേ, ഏത് വഴിയാണ് അവർ സഞ്ചരിക്കുന്നതെന്ന് പോലും നമ്മൾ ഒരാളും തന്നെ നോക്കിയിട്ടില്ല, നമ്മൾ ഒരാളും തന്നെ കണ്ടറിഞ്ഞിട്ടില്ല. അവര് ഹറാമിന്റെ വഴിയിലാണല്ലോ. നമസ്കാരമില്ല, നോമ്പില്ല, സദഖകളില്ല, ഒരു ദാനധർമ്മങ്ങളില്ല, ഒരു നന്മയും ജീവിതത്തിൽ അവർ ചെയ്തിട്ടില്ല, ഒരു നന്മയും ജീവിതത്തിൽ അവർ ചെയ്തിട്ടില്ലല്ലോ. അല്ലാഹുവേ, പടച്ച തമ്പുരാനെ, അവിടുന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുകയാണ്. അങ്ങനെ ജീവിതത്തിലെ തെറ്റുകളുടെ വഴികളിലൂടെ നടക്കുന്ന മക്കളാണല്ലോ. വാപ്പയും ഉമ്മയും വീട്ടിനകത്തിരുന്നിട്ട് ഒരുപാട് ഇബാദത്തുകൾ കാണുന്നുണ്ട്, ഒരുപാട് നന്മകൾ പറയുന്നുണ്ട്, ഒരുപാട് ഇബാദത്തുകൾ ചെയ്തു കൂട്ടുന്നുണ്ട്. അതുകൊണ്ട് കാര്യമില്ല ഉമ്മ, അതുകൊണ്ട് നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. നാളെ അല്ലാഹുവിന്റെ കോടതിയിലേക്ക് നമ്മൾ കടന്നു വരുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല മുമ്പിലുണ്ടല്ലോ. പടച്ചറബേ, നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹം കൊടുത്തിയ നമ്മുടെ പ്രിയപ്പെട്ട മക്കളുണ്ടല്ലോ, ആ മക്കൾ നമുക്ക് എതിരായിക്കൊണ്ട് സാക്ഷി നിൽക്കുകയാ. അല്ലാഹുവേ, ഞാൻ ഒരുപാട് ഹറാമ് കണ്ടു അല്ലാഹ്, ഒരുപാട് ഹറാമ് ചെയ്തു, ഒരുപാട് ഹറാമ് ചിന്തിച്ചു തമ്പുരാനെ. അതുകൊണ്ടാണല്ലോ നീ എന്നെ നരകത്തിനടിത്തട്ടിലേക്ക് വലിച്ചെറിയാൻ നിൽക്കുന്നത്. ഇതെല്ലാം എൻ്റെ ഉമ്മ കണ്ടിട്ടോ,
എൻ്റെ വാപ്പ കണ്ടിട്ടോ അവര് എന്നോട് തന്നെ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല അല്ലാ. അവര് എന്നെ സ്നേഹിച്ചില്ല, അവരെനിക്കതിന് പടച്ചറപ്പേ നീ ഒന്നും ചെയ്യരുതെന്ന് എന്നോടൊന്നും പറഞ്ഞില്ല അല്ലാ. അവരെന്നെ തടഞ്ഞില്ല അല്ലാ. അവരെനിക്ക് നന്മ കാണിച്ചു തന്നിട്ടില്ല തമ്പുരാനെ. എന്നവിടെ എൻ്റെ പ്രിയമുള്ളവരെ, നമ്മുടെ മക്കൾ വരെ നമുക്ക് എതിരായിട്ട് നിൽക്കുന്ന സമയമാ മഅ്ശറ. ആ മഅ്ശറയിലേക്ക് നമ്മൾ കടന്നു വരുമ്പോ അവിടെ വിജയികളായിട്ട് മാറണ്ടയോ? അതുകൊണ്ട് നമ്മൾ വളർത്തിയെടുക്കുക. നമ്മളിലൂടെ ജനിച്ച നമ്മുടെ പ്രിയപ്പെട്ട മക്കളുണ്ടല്ലോ, ആ മക്കൾക്ക് ദീനീ ബോധം നമ്മൾ കൈമാറണേ. അല്ലാഹനെ കുറിച്ചിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കണേ, റസൂലുള്ളാഹിനെ കുറിച്ചിട്ട് പറഞ്ഞു കൊടുക്കണേ. അല്ലാഹന്റെ പരിശുദ്ധമായ ദീനിലേക്ക് നമ്മുടെ മക്കളെ നമ്മൾ കൊണ്ടുവരണേ. അല്ലാഹുവേ നീ ഞങ്ങൾക്ക് തൗഫീഖ് തരണേ അല്ലാ. നീ തൗഫീഖ് തരണേ അല്ലാ. എന്റെ പ്രിയമുള്ളവരെ, അതുകൊണ്ട് മക്കളുടെ കാര്യത്തിൽ നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കേണ്ടതുണ്ടല്ലോ. നമ്മുടെ മക്കളുടെ കാര്യത്തിൽ നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കേണ്ടതുണ്ടല്ലോ. ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പടച്ച തമ്പുരാൻ നാളെ നമ്മുടെ മക്കളെ കുറിച്ചിട്ട് നമ്മോട് ചോദിക്കുമല്ലോ. നിങ്ങൾക്ക് ഞാൻ തന്ന അമാനത്തായിട്ട് തന്ന നിങ്ങൾ എന്റെ സ്വത്തുണ്ടല്ലോ, ആ സ്വത്തിനെ എങ്ങനെയാണ് നിങ്ങൾ ചെലവഴിച്ചത്? എങ്ങനെയാണ് നിങ്ങൾ അതിനെ ഉപയോഗപ്പെടുത്തിയത്? എങ്ങനെയാണ് നിങ്ങൾക്ക് അവർക്ക് തർബിയത്ത് കൊടുത്തതെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ പടച്ച തമ്പുരാൻ അവര് നമ്മളോട് ചോദിക്കുമല്ലോ. എന്റെ ഉമ്മ നമ്മൾ എങ്ങനെ പറയാനാ? എനിക്കൊന്നും കഴിഞ്ഞില്ല അല്ലാ, ഞാനൊന്നും ചെയ്തില്ല അല്ലാ എന്നവിടെ നമുക്ക് പറയാൻ കഴിയുമോ എന്ന് നമ്മൾ പറഞ്ഞത് കൊണ്ട് നാളെ അല്ലാഹുവിന്റെ മുമ്പിൽ നമ്മളെങ്ങാനും രക്ഷപ്പെടുമോ? നമ്മളെങ്ങാനും രക്ഷപ്പെടുമോ വാപ്പാ? എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ മക്കളെന്ന് പറഞ്ഞാൽ നമ്മുടെ ഏറ്റവും വലിയ സമ്പത്താണല്ലോ. ആ മക്കളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യണേ. അല്ലാഹുവേ ഞങ്ങളുടെ മക്കളെ നീ അപകടത്തിൽപ്പെടുത്തല്ല അല്ലാ. ഞങ്ങളുടെ മക്കളെ നീ പ്രയാസത്തിൽ പെടുത്തല്ല അല്ലാ. എന്റെ പ്രിയമുള്ളവരെ, കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടല്ലോ, മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിയിലോ പടച്ചറബേ ഷാസിൽ എന്ന് പറയുന്ന ഒരു പൊന്നുമോൻ അല്ലാഹുവേ തന്റെ കൂട്ടുകാരും ഒത്തിട്ട് ഇങ്ങനെ കളിക്കുകയായിരുന്നല്ലോ. പടച്ചറബേ കളിക്കുന്നതിന്റെ കമ്പെടുത്തിട്ട് വായക്കകത്തങ്ങ് കുത്തിക്കയറുകയാണല്ലോ. അല്ലാഹുവേ വല്ലാത്ത പേടിയായി മാതാപിതാക്കൾക്ക്, വല്ലാത്ത വിഷമമായി മാതാപിതാക്കൾക്ക്. അതാ പടച്ചറബേ തന്റെ പ്രിയപ്പെട്ട പൊന്നുമോനെ എടുത്തിട്ട് തന്റെ തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് പോവുകയാണല്ലോ. തന്റെ തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് കടന്നു ചെന്നു. പടച്ചുറപ്പെ അവര് പറഞ്ഞു അത്രേ ഓപ്പറേഷൻ പെട്ടെന്ന് വേണമല്ലോ. അല്ലാഹ് ഓപ്പറേഷന് വേണ്ടി ഒരുങ്ങുകയാണ്, അനസ്തേഷ്യ കൊടുക്കുകയാണ്. പടച്ചുറപ്പെ പിന്നീട് കുട്ടിക്ക് ബോധം തിരിച്ചു വരുന്നില്ലല്ലോ. അല്ലാഹുവേ ആ പൊന്നുമോന് ലോകത്തോട് വിട പറഞ്ഞു. ഉമ്മ ആ പൊന്നുമോന് ലോകത്തോട് വിട പറഞ്ഞല്ലോ. ഉമ്മ വെറും 4 വയസ്സല്ലേ പ്രായമായിട്ടുള്ളൂ, വെറും 4 വയസ്സേ പ്രായമായിട്ടുള്ളൂ. അതിൻ്റെ ഇടയിൽ പടച്ചു തമ്പുരാനെ കൊണ്ടുപോയല്ലോ ഉമ്മ. അല്ലാഹുവേ പടച്ചുറപ്പേ, കേൾക്കുമ്പോ തന്നെ എന്ത് വിഷമമെന്നറിയോ? അതിനാരുടെങ്കിലും അനാസ്ഥകളുണ്ടോ എന്ന് പറയാൻ നമുക്ക് കഴിയില്ലല്ലോ. പടച്ചുറപ്പേ ബന്ധുക്കൾ പറയുന്നുണ്ട്, അല്ലാഹുവേ ഡോക്ടർമാരുടെ ഹോസ്പിറ്റലിൽ ആളുകളുടെ വല്ലാത്ത അനാസ്ഥ അതിലുണ്ടായിട്ടുണ്ട്, അവിടെ അശ്രദ്ധ അതിലുണ്ട്. അനസ്തേഷ്യ കൊടുത്തത് ഒരുപാട് ഏറിപ്പോയിട്ടുണ്ട്, ഒരുപാട് കൂടിപ്പോയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. പടച്ചുറപ്പേ ഒരുപാട് പ്രതീക്ഷിച്ചിട്ട് അല്ലാഹ് കൊടുത്ത കൺമണിയാണല്ലോ, അല്ലാഹു കൊടുത്ത കൺമണിയാണല്ലോ. പടച്ചുറപ്പേ സ്നേഹിച്ച് കൊതുതീരുന്നതിന് മുമ്പ് അല്ലാഹുവേ ആ പൊന്നുമോനെ നീ തിരിച്ചു വിളിച്ചല്ല അല്ലാ, നീ തിരിച്ചു വിളിച്ചല്ല അല്ലാ. എന്റെ പ്രിയപ്പെട്ട ഉമ്മ, അല്ലാഹുവേ ആ ഉമ്മാക്ക്
ഉമ്മാക്കും ആ പൊന്നു പിതാവിനും നീ പടച്ചറബേ സമാധാനം നീ കൊടുക്കണേ അല്ലാഹ്. നീ സമാധാനം കൊടുക്കണേ തമ്പുരാനെ. നാളെ സ്വർഗത്തിൽ വെച്ചിട്ട് കണ്ടുമുട്ടാൻ അവർക്ക് നീ തൗഫീഖ് കൊടുക്കണേ അല്ലാഹ്. തൗഫീഖ് കൊടുക്കണേ അല്ലാഹ്. പടച്ച തമ്പുരാനെ നാളെ സ്വർഗത്തിൽ വെച്ചിട്ട് ആ ഉമ്മാനെ ആ വാപ്പാനെ കൈ പിടിച്ചിട്ട് അല്ലാഹുവേ പടച്ചുറമ്പേ സ്വർഗത്തിലേക്ക് ആനയിക്കുന്ന പൊന്നുമക്കളില് ആ പൊന്നുമോനെ നീ പെടുത്തണേ അല്ലാഹ്. പടച്ചുറമ്പേ അല്ലാഹുവേ ദുനിയാവിന്റെ തൊലിക്ക് മുകളിൽ പൊന്നുമക്കള് ചെറിയ പടച്ചുറമ്പേ പ്രായമെത്തുന്നതിന്റെ മുമ്പ് ലോകത്തോട് വിട പറഞ്ഞാൽ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നമ്മെ പഠിപ്പിക്കുകയാണല്ലോ. അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ നാളെ പരലോകത്ത് നാളെ അന്ത്യനാളില് പടച്ചുറമ്പേ എല്ലാ സൃഷ്ടികളെയും ഇതാ ഹിസാബിന് വേണ്ടിയിട്ട് അവിടെ നിന്ന് കൊണ്ടുവന്നിരിക്കുകയാ. അല്ലാഹുവേ എല്ലാ ജനങ്ങളും ഇങ്ങനെ നിൽക്കുകയാ. അല്ലാഹുവേ തന്റെ സ്വന്തം കാര്യം നോക്കിക്കൊണ്ട് എല്ലാവരും നിൽക്കുകയാണല്ലോ. പടച്ചുറമ്പേ ആ സമയത്തതാ പടച്ചുറമ്പേ ചെറിയ ഒരുപാട് മക്കളെ കാണുകയാണ്. ഒരുപാട് മക്കൾ അവിടെ നിന്ന് കാണുകയാണല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ നിന്ന് പറയുകയാണ് സ്വർഗത്തിന്റെ വാതിലിന്റെ മുമ്പിലേക്ക് നിങ്ങളൊന്ന് മാറി നിൽക്കുമോ? സ്വർഗത്തിന്റെ വാതിലിലേക്ക് നിങ്ങളൊന്ന് കയറി നിൽക്കണേ. ആ വാതിലിന്റെ കവാടത്തിന്റെ അടുത്തേക്ക് നിങ്ങൾ നിൽക്കണേ എന്നവിടുന്നതാ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് പറയുകയാണല്ലോ. പടച്ചുറമ്പേ ഈ പിഞ്ചു മക്കളതാ സ്വർഗ കവാടത്തിന്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അല്ലാഹുവേ പടച്ചുറമ്പേ ഹിസാബ് അങ്ങനെ നടക്കുകയാണല്ലോ. ഇവർക്കാണെങ്കിൽ ഹിസാബുമില്ല. അവരിങ്ങനെ എന്തോ അന്വേഷിക്കുന്നത് പോലെ ഇങ്ങനെ നോക്കുകയാണ്. ആ ഹിസാബ് നടക്കുന്ന കൂട്ടത്തിലോ ജനങ്ങളിലേക്ക് ഈ പിച്ചുമക്കൾ ഇങ്ങനെ നോക്കി നിൽക്കുകയാണല്ലോ. എന്നിട്ട് അവിടെ നിന്ന് ചോദിക്കുകയാ എന്റെ ഉമ്മ എവിടെയാണ്? എന്റെ വാപ്പ എവിടെയാണെന്നോ എന്റെ പ്രിയമുള്ളവരെ ഈ മക്കൾ ഇങ്ങനെ ചോദിക്കുകയാണല്ലോ. ഞങ്ങൾ ദുനിയാവിൽ ഞങ്ങളുടെ ഉമ്മയും ബാപ്പയും ഞങ്ങളെ കണ്ട് കൊതി തീരുന്നതിന്റെ മുമ്പ് പടച്ചുറപ്പേ ഈ ദുനിയാവിൽ ഞങ്ങൾ വിട പറഞ്ഞവരാ. അതുകൊണ്ട് ഞങ്ങളുടെ പ്രിയപ്പെട്ട വാപ്പയും ഉമ്മയും എവിടെയാണ് എന്നവരിങ്ങനെ പറയുമ്പോ പടച്ചുറപ്പേ നരകത്തിന്റെ കാവൽക്കാരായ മലക്കുകളുണ്ടല്ലോ. അവരതാവിടെന്ന് പറയുകയാണ് നിങ്ങളുടെ ഉമ്മയും ബാപ്പയും നിങ്ങളെ പോലെയല്ല. ദുനിയാവിൽ ജീവിക്കുന്ന കാലത്തിലോ അവർ ഒരുപാട് ചെറിയ തെറ്റുകൾ ചെയ്തവരാണല്ലോ. ഒരുപാട് വൻപാപങ്ങൾ ചെയ്തവരാണല്ലോ. അങ്ങനെ ദുനിയാവിന്റെ തൊലിക്ക് മുകളിലൂടെ കടന്നു പോയവരാ. അവര് നിങ്ങളെ പോലെയല്ലെന്ന് പറയുമ്പോ പടച്ചുറപ്പേ അവിടെ നീ പൊന്നുമക്കളുണ്ടല്ലോ. അതാവിടുന്ന് വല്ലാതെ പൊട്ടിക്കരയുകയാണല്ലോ. അവിടുന്ന് വല്ലാതെ അട്ടഹസിക്കുകയാണ്. അവിടുന്ന് വല്ലാത്ത ശബ്ദമുണ്ടാക്കുകയാ. പടച്ചുറപ്പേ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ് ആരാണ് കരയുന്നത്? ആരാ കരഞ്ഞുകൊണ്ടിരിക്കുന്നത്? എന്താണ് അവർക്ക് പറ്റിയതെന്ന് അവിടുന്ന് ചോദിക്കുകയാണല്ലോ. പടച്ചുറപ്പേ അവിടുന്ന് തന്റെ സ്വർഗത്തെ കാക്കുന്ന കവാടത്തിൽ നിൽക്കുന്ന മലക്കുകൾ അവിടുന്ന് പറയുകയാണ് അല്ലാഹ് ഈ പിഞ്ചു മക്കളാണ് റബ്ബേ കരയുന്നത്. അവരുടെ ഉമ്മയെ കാണാൻ അവരുടെ വാപ്പയെ കാണാൻ അവരിവിടുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. അവരിവിടുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. പടച്ചുറപ്പേ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാ അല്ലാഹുവേ
അവിടെ ഉമ്മമാരുണ്ടല്ലോ, അവരുടെ വാപ്പമാരുണ്ടല്ലോ, അവരോട് സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ പറയണേ, അവർക്ക് സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ പറയണേ എന്ന് അല്ലാഹുവേ എൻ്റെ പ്രിയമുള്ളവരെ, അവിടെ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണല്ലോ, അവിടെ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണല്ലോ. ഇതാണ് ഉമ്മ പറഞ്ഞത്. പിഞ്ചു മക്കൾ മരണപ്പെട്ട, നമ്മുടെ മക്കൾ മരിച്ചതിന്റെ വിഷമം നമുക്ക് എന്തായാലും ഉണ്ടാകുമല്ലോ. എന്നാൽ അതിന്റെ കൂടെ നമ്മൾ പടച്ച തമ്പുരാനിലേക്കൊന്ന് ചിന്തിക്കണേ, അല്ലാഹുവിലേക്കൊന്ന് ചിന്തിക്കണേ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടല്ലോ, ഒരുപാട് അനുഗ്രഹങ്ങളാണ് നമുക്ക് ചൊരിഞ്ഞു വെച്ചിട്ടുള്ളത്. നിന്റെ പ്രിയപ്പെട്ട പിഞ്ചുമക്കളുടെ ശഫാഅത്ത് നിനക്ക് ലഭിക്കുമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറയുകയാ. അതുകൊണ്ട് എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് പറയട്ടെ, പിഞ്ചു മക്കൾ മരണപ്പെട്ടെന്ന് വിചാരിച്ചിട്ടോ അവിടുന്ന് പുറക്കലിനെ തേടിക്കോ, അവിടുന്ന് ഒരുപാട് നല്ല നല്ല പ്രാർത്ഥനകൾ നടത്തിക്കോ. അട്ടഹസിച്ചിട്ട് വിഷമം വന്നിട്ട് കരയുന്ന പെണ്ണ്, ഇത് നിനക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തരുന്ന പ്രതിഫലമാണ്. അല്ലാഹുവേ പടച്ച റബ്ബേ, അല്ലാഹുവേ പടച്ച റബ്ബേ, ഇത് നിനക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തരുന്ന പ്രതിഫലമാണല്ലോ. അല്ലാഹ് പടച്ച റബ്ബേ, ഈ പൊന്നുകോരു ഉമ്മ ഷഫീഖ് എന്ന് പറയുന്ന പ്രിയപ്പെട്ട ഉമ്മ അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ പൊന്നുമോനെ ഒന്ന് തൊടാനോ ശരിക്കൊന്ന് കാണാനോ എനിക്ക് കഴിഞ്ഞിട്ടില്ല, അതിൻ്റെ മുമ്പ് ലോകത്തോട് വിട പറഞ്ഞെന്ന് പറഞ്ഞിട്ടുണ്ട്. റബ്ബേ പടച്ച റബ്ബേ, സ്വർഗത്തിൽ വെച്ചിട്ട് കാണാൻ അല്ലാഹുവേ ആ ഉമ്മാക്ക് നീ തൗഫീഖ് കൊടുക്കണേ അല്ലാഹ്. അതേപോലെ തന്നെ സലീ റഫീഖ് എന്ന് പറയുന്ന പ്രിയപ്പെട്ട സഹോദരി, അല്ലാഹ് എൻ്റെ കുട്ടിയും മരിച്ചു 7 മാസമായപ്പോ പടച്ച റബ്ബേ അല്ലാഹുവേ അവിടുന്ന് പറയുന്നുണ്ട്, അല്ലാഹ് അവർക്ക് നീ സ്വർഗത്തിൽ വെച്ചിട്ട് കാണാൻ തൗഫീഖ് കൊടുക്കണേ തമ്പുരാനെ, നീ തൗഫീഖ് കൊടുക്കണേ അല്ലാഹ്. ഞങ്ങൾ ഈ പറഞ്ഞ അനുഗ്രഹമുണ്ടല്ലോ റബ്ബേ, അവർക്ക് നീ പടച്ച റബ്ബേ നീ കൊടുക്കണേ അല്ലാഹ്. അവർ നാളെ മഹ്ശറയിൽ നിന്ന് സ്വർഗത്തിലേക്ക് മാടി വിളിക്കുന്ന എൻ്റെ ഉമ്മച്ചി, എൻ്റെ ബാപ്പച്ചി എന്ന് പറഞ്ഞിട്ട് മാടി വിളിക്കുന്ന പൊന്നുമക്കളിലോ പടച്ച റബ്ബേ, ആ പൊന്നുമക്കളെ നീ ഉൾപ്പെടുത്തി കൊടുക്കണേ തമ്പുരാനെ, നീ ഉൾപ്പെടുത്തി കൊടുക്കണേ അല്ലാഹ്. പടച്ച തമ്പുരാനെ, ഇപ്പൊ എനിക്ക് കുട്ടികളില്ലെന്ന് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് പടച്ച റബ്ബേ. കൺകുളിർമയുള്ള സന്താനങ്ങൾ നീ അവർക്ക് പെട്ടെന്ന് കൊടുക്കണേ തമ്പുരാനെ. എന്ത് വിഷമങ്ങളെ കൊണ്ടാണോ, എന്ത് കാരണങ്ങളെ കൊണ്ടാണോ റബ്ബേ അല്ലാഹുവേ സന്താന സൗഭാഗ്യം തടഞ്ഞു നിൽക്കുന്നത്, അല്ലാഹുവേ പടച്ച റബ്ബേ നീ അത് തട്ടി മാറ്റിയിട്ട് അല്ലാഹുവേ നല്ല സ്വാലിഹത്തായ കൺമണികളെ നീ അവർക്ക് കൊടുക്കണേ അല്ലാഹ്. അങ്ങനെ മക്കളില്ലാതെ വിഷമിക്കുന്ന ഒരുപാട് ആളുകളുണ്ടല്ലോ റബ്ബേ. അല്ലാഹുവേ എല്ലാവരെയും നീ അറിയുന്നവനാണല്ലോ അല്ലാഹ്. അതുകൊണ്ട് പടച്ച റബ്ബേ അവർക്കൊക്കെ നീ അല്ലാഹുവേ സമാധാനം കൊടുക്കണേ അല്ലാഹ്. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ എൻ്റെ പ്രിയമുള്ളവരെ.